കാറ്റ് പോലും സുന്ദരമാണ്, മദീനയുടെ മണ്ണ് പോലും അത്ഭുതമാണ്. ഒരു വല്ലാത്ത അത്ഭുതമാണ് മദീന. നാഗരികതകളുടെ സിവിലൈസേഷന്റെ തലസ്ഥാനമാണ് മദീന. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിലെ മണൽത്തരികൾ പോലും. അതുകൊണ്ടാണ് ഷായിറേഹിന്റെ അല്ലാമ ഇഖ്ബാൽ പോലും പറഞ്ഞത്, എന്റെ കണ്ണിന് സുറുമയിടാൻ ഞാൻ ആഗ്രഹിച്ചത് കോദാത്തി സുറുമയല്ല, മദീനയിലെ മണൽത്തരി എടുത്തിട്ട് എന്റെ കണ്ണിന് സുറുമയിടണം. ജന്മനാ അന്ധനായി പോയ മനുഷ്യൻ പോയി മദീനയുടെ മണ്ണിലിരുന്ന് പാടിയത്രേ, മത്താഉ കഹീലു മിൻ തറാക ജുഫൂനി മതാഫൂസു ബിനദറത്തിൻ മിൻ സയ്യിദി. എപ്പോഴാണ് മദീനയുടെ മണൽത്തരി എടുത്തിട്ട് എന്റെ കണ്ണിൽ എനിക്കൊരു സുറുമയിടാൻ കഴിയുക? പ്രേമമാദനത്തിന്റെ പ്രേമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട് അനുരാഗമുള്ള പ്രവാചക പ്രേമികൾ ആ മദീനയുടെ മണ്ണിന് പോലും അനുരാഗം കൊടുത്തു. എന്താണ് മദീനയുടെ മണ്ണെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു ദിവസം വല്ലാതെ ഭൂമിയൊന്ന് കുലുങ്ങിപ്പോയി. ആ ഭൂമി കുലുങ്ങിപ്പോയപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കുലുങ്ങുന്ന ഭൂമിയുടെ മുകളിൽ മദീനത്തിന്റെ സഹാബത്ത് വിറച്ചു നിൽക്കവേ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കാലുകൊണ്ട് ആ മദീനയുടെ മണ്ണിലേക്ക് ചവിട്ടിയിട്ട് പറഞ്ഞു, അത്ര ഭൂമിയെ അടങ്ങി നിൽക്കുക, ഭൂമിയെ അടങ്ങി നിൽക്കുക, ഭൂമിയെ അടങ്ങി നിൽക്കുക. ആരാണ് ഈ മദീനയിൽ കിടക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീന. നിന്റെ ഗർഭപാത്രത്തിൽ ലോകത്തിന്റെ നേതാവ് കിടക്കുമ്പോ നിന്ന് കലി തുള്ളുന്നുവോ ഭൂമിയെ എന്ന് ഭൂമിയോട് സംസാരിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹു. ശറഹുൽ മുഹദ്ദബിലടക്കമുള്ള ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളിൽ കാണാം. അതിനുശേഷം പിന്നെ ഇന്നേ വരെ ആ മദീനയിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല, ഭൂമി പിന്നെ വിറച്ചിട്ടില്ല. ആരാണ് കിടക്കുന്നതെന്നറിയോ? മണ്ണേ നിനക്ക് ലോകത്തിന്റെ നേതാവാണ് കിടക്കുന്നത്, ലോകത്തിന്റെ രാജാവാണ് കിടക്കുന്നത്. എന്റെ മദീനയിലേക്ക് പ്ലേഗ് കടന്നു വരില്ല. ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോകുമ്പോ മദീനക്കാര് താലൽ ബദർ കൂടിയിട്ട് പാടിയെടുക്കുമ്പോ അന്ന് മദീനയിൽ മലമ്പനിയാണ്, എല്ലാവർക്കും മലമ്പനി പടർന്നു പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ മദീനക്കാരന്റെ അൻസാറുകളാണ്, ഇവർക്ക് ബാധിച്ച വ്യാധിയിൽ നിന്ന് നീ ഇവരെ രക്ഷിക്കണേ അല്ലാ. പിന്നീട് ഇതേവരെ മദീനയിലും മലമ്പനി വന്നിട്ടില്ല. എന്നെ മദീനക്കാർക്ക് പ്ലേഗ് ബാധിക്കുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മണ്ണും മഹിതമാണ്, മദീനയുടെ ഈത്തപ്പഴവും മഹിതമാണ്. കാരണം ഞാനൊന്ന് പറയട്ടെ, നൈനിറ്റാളല്ല. ഓരോ അവധിക്കാലം എത്തുമ്പോൾ നൈനിറ്റാളിലേക്കും മാതകതകരമായ നൈനിറ്റാളിൽ ലോസ് ആഞ്ചലസ് മക്ക ട്രിപ്പിന് വേണ്ടി കാരെ കൂട്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദീനയിലെ ഈത്തപ്പഴ തോട്ടമേടെന്നറിയോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ രാജസ്ഥാനിലുമുണ്ട് ഈത്തപ്പന, പക്ഷേ മദീനയിലെ ഈത്തപ്പന, ആ ഈത്തപ്പന ഏറെന്നറിയുമോ? അതാദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈത്തപ്പനയാണ്. സ്വർഗത്തിന്റെ സസ്യം ഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അത് നൈനിറ്റാളിലല്ല, അത് ചിറാപുഞ്ചിയിലല്ല, അത് ഷിംലയിലല്ല, അത് പട്ടായയിലല്ല, അത് ലങ്കാവിയിലല്ല, അതെന്റെ മുത്തിന്റെ നാട്ടിലാണ് മദീനത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി സ്വർഗത്തിൽ നിന്ന് വന്നപ്പോ 3 ചെടികളാണ് കൊണ്ടുവന്നത്. ആദം നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് വിട്ട് നീ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക ആദമേ. ആദം നബി സ്വർഗത്തിൽ നിന്ന് വന്നപ്പോ 3 സസ്യങ്ങളുമായി 3 കാര്യങ്ങളെ കയ്യിൽ പിടിച്ചിട്ടാണ് ആദം നബി വന്നത്. ഒന്ന്, പറമനുഷ്യന്മാര് വന്ന് മദീന കെട്ടപ്പോ ഗ്ലാസ്സിൽ തന്നെ പിടയ്ക്കാൻ തുടങ്ങി. ഒന്ന് അല്ലേ? 2 പറയാൻ ആരുമില്ല. അലൈസ മിൻകും റജുലുൻ റഷീദ്. 2 ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ് ഇത്. ഇഞ്ചി. 2, 3 ചന്ദനം.
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പൊട്ടന്മാരാവുകയാണ്. ആദം നബി ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കരഞ്ഞു. ആ കരഞ്ഞ കണ്ണുനീരിൽ നിന്ന്